ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മൾ LKG ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? എത്ര പേർക്ക് എഴുതാൻ അറിയാം? ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? ആ ഈന്ന് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, അത് എത്ര പേർക്ക് അറിയാം? ഷൻസാൻ, ഷിസ, ലിസൺ ഹിയർ. അല്ല, ഷൻസിയും സിയാനും ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എത്ര പേർക്ക് എഴുതാൻ അറിയാം? ഒന്ന് കൈ കാണിച്ചേ മിസ്സിന്, ഒന്ന് നല്ല വൃത്തി കാണിച്ചേ. ഓക്കെ, ഒന്ന്. ഷൻസൊക്കെ അറിയില്ലേ എഴുതാൻ സ്വരാക്ഷരങ്ങള്? സിയാൻ അറിയാം, ഷൻസൊക്കെ അറിയില്ലേ? ഓക്കെ, കഴിഞ്ഞ വർഷം മിസ് പഠിപ്പിച്ചാണ് നിങ്ങളെ. ഓക്കെ, അപ്പൊ 1, 2, 3 സാദിനറിയാം. ഓക്കെ, ആൻഡ്രോസ്, ജിയൊക്കെ അറിയാം. ജിയോ. ഓക്കെ, ക്രിസ്റ്റി ജോസഫ്, കെയോൺസബ് എല്ലാവർക്കും അറിയാം അല്ലെ ഇവിടെ? അപ്പോ അടുത്ത ഫിയോണക്ക് അറിയില്ലേ? ഫിയോണ അറിയാം. അംന, ഫാത്തിമക്ക് അറിയാം. ജസ്വിൻ, സിജോ അറിയാം. നസീം, ക്രിസ്, എഡ്വിൻ അറിയോ? എഡ്വിൻ അറിയോ? എഡ്വിൻ. ഓക്കെ, ജസ്വിൻ, സിജോ അറിയോ മോനെ? നസീമിന് അറിയാം. ഓക്കെ, നിഹാദേ പഠിച്ചിട്ടുണ്ടോ അത്? ഞങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ സ്വരാക്ഷരങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാം അല്ലെ? അറിയാലോ? അപ്പോ നെക്സ്റ്റ് നമുക്കിന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം അല്ലെ? അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ എത്ര പേർക്ക് അറിയോ? ആർക്കെങ്കിലും അറിയോ വ്യഞ്ജനാക്ഷരങ്ങള് ഏതൊക്കെയാ? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതിൽ തുടങ്ങുന്നയാ? ഏതിൽ തുടങ്ങുന്നയാ? ഏതിലാ തുടങ്ങുക? ആർക്കറിയാം? വ്യഞ്ജനാക്ഷരങ്ങൾ ഏതിലാ തുടങ്ങുക? ഏതിലാ തുടങ്ങുക? അർജുൻ രാജേഷേ, അർജുൻ പ്ലീസ് അൺമ്യൂട്ട്. ഏതിലാണ്? അല്ലേ, കാക്ക ഗാന്നാണ് തുടങ്ങുക. അപ്പൊ എല്ലാവർക്കും അറിയോ? ഇവിടെ കാശിനാഥ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാ എഴുതാൻ എല്ലാവർക്കും അറിയാം. എത്ര പേർക്ക് അറിയാം? ഒന്ന് എഴുതിയേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് എടുത്തേ. എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? കാ എഴുതിയേ നോക്കാലോ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ എല്ലാവരും സ്ലേറ്റ് എടുക്കുക. സ്ലേറ്റ് എടുത്തോ? എല്ലാവരും സ്ലേറ്റും പെൻസിലും എടുക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? കാ എഴുതണം അല്ലെ? കാ എത്ര പേർക്ക് അറിയാം? അറിയാത്തവർ ഇവിടെ ശ്രദ്ധിക്ക്. ക, ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്റർ ക. എല്ലാവരും എഴുതി ഒന്ന് നോക്കിയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേ വന്ന് ഇവിടെ മുട്ടിച്ച് ഇങ്ങനെ എടുത്ത് ഇവിടെ ക. കണ്ടോ? ഇതാണ് ക. എഴുതി എല്ലാവരും കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, പലർക്കും അറിയാം അല്ലെ? ഓക്കെ, കാക്ക ഗാക്ക ആ വരെ പഠിച്ചിട്ടുണ്ട് ചിലവര് അല്ലെ? അപ്പൊ കാ എഴുതിക്കോ. എല്ലാവരും എഴുതിയേ. ഇത് നോക്കി എഴുതിയേ. ക, ക, കരടീന്ന് എഴുതുന്ന കായാണ് ഇത്. കാണുന്നുണ്ടല്ലോ? അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇവിടെ മുട്ടിച്ച് ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്തെടുത്ത് ഇങ്ങനെ. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്റർ ക. ഓക്കെ, അപ്പൊ കാക്ക ഗാക്ക ങ എഴുതിയവരോടി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ കാ കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ആണ് ഏത്? ക എഴുതിയോ? എല്ലാവരും നോക്കട്ടെ. എല്ലാവരും എടുത്ത് എഴുതിയേ. നിഹാദേ ടേക്ക് യുവർ സ്ലേറ്റ്. കൊടുത്ത് എവിടെ കാണിച്ചു തന്നെ മിസ്സിനെ? നിഹാദേ, അപ്പൊ കാ കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഇതാ ക. ഓക്കെ,
അപ്പൊ കുറെ പേർക്ക് കക്ക കക്ക ങ അറിയാലേ. ആ അപ്പോ ഖ രണ്ടാമത് എന്ത് എഴുതണം? ഇത് ക കരടി എന്നുള്ള കായാണ്. നെക്സ്റ്റ് ഖ നഖം. ഖ നഖം എന്നില്ലേ ഖ. ഏതാണ്? എങ്ങനെയാ എഴുതുക? ഇതുണ്ടോ? ഇതാ നഖം. എന്തേ ഇലോണേ? ഇലോൺ എഴുതുന്നില്ലേ? ഇലോൺ ഖ എന്താ എങ്ങനെയാ എഴുതണ്ടേ? ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇതിലേ എടുത്ത് മുകളോട്ട്. ഇതാണ് ഖ നഖം. നഖം എന്നില്ലേ ഖ. കണ്ടോ എല്ലാവരും? ഓക്കെ ക ഖ ആരോമൽ എഴുതുന്നുണ്ട്. ഓക്കെ ക. അപ്പൊ രണ്ടാമത്തെ ഖായാണ്. സിയാൻ ഷൻസ എഴുതിയോ? ഓക്കെ. ആൻഡ്രോസ് എഴുതിയില്ലേ? ആൻഡ്രോസ് ജിയോ എഴുതിയോ മോളെ? ഓക്കെ എഴുതി. ഓക്കെ. അപ്പോ കഖ കഖ ങ ചച്ച ചച്ച ഞാ എത്താനായി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നിഹാദ് എഴുതണേ മോനെ. എഡ്വിൻ എഴുതിയോ? എഡ്വിൻ. ക്രിസ്റ്റി ജോസഫ്, ഇലോൺ എഴുതുന്നുണ്ടോ? അമ്ന ഫാത്തിമ എഴുതി കഴിഞ്ഞോ? ഗോഡ്വിൻ എവിടെ സ്ലേറ്റ്? ഇർഷാദ് എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. മഹദിയ എഴുതുന്നുണ്ട്. മഹദിയ. ജസ്വിൻ സിജോ. ഷംന കയറിയിട്ടുണ്ട് അല്ലേ ഷംന? ഓക്കെ. ഫോണിന്റെ കംപ്ലൈന്റ് മാറി അല്ലേ? അപ്പോ എന്തൊക്കെ പഠിച്ചു നമ്മള്? ക കരടി, ഖ നഖം എന്നില്ല ഖ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് എങ്ങനെയാ എഴുതേണ്ടത് മനസ്സിലായില്ലേ? ഖ. ഓക്കെ. നെക്സ്റ്റ് ഗ അല്ലേ? കാണുന്നുണ്ടോ എല്ലാരും? ക ഗ ഗാനം. ഗണപതി എന്നല്ല എഴുതുന്ന ഗായാണിത്. ഗ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് എടുത്ത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇതാണ് ഗ. എഴുതുന്നുണ്ടോ ശ്രീഷ്ണ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ മോളെ. ഓക്കെ എഴുതിയേ? ഓക്കെ ഗുഡ്. എഴുതിയല്ലേ? ഗ. ഓക്കെ. ക ഖ ഗ. അപ്പോ ക കരടി, ഖ നഖം, 3 ഗ ഗാനം, ഗണപതി എന്നല്ല എഴുതുന്ന ഗ പഠിച്ചു അല്ലേ നമ്മള്? നെക്സ്റ്റ് ഏതാ? ഘടികാരം. ഘടികാരം. സമജ്ഞ എഴുതിയോ? ഓക്കെ. ഘടികാരം എന്നുള്ള ഖ. 4ാമത്തെ ഖായാണിത്. ഘടികാരം. ക്ലോക്ക് അല്ലേ? ഘടികാരം. ആ സൂപ്പർ എഴുതുന്നുണ്ട്. അപ്പൊ എല്ലാവരും എഴുതുന്നില്ലേ മക്കളെ? അപ്പോ 4ാമത്തെ ഖ ഏതാ? ഘടികാരം. മേഘം. ഓക്കെ. ക പഠിച്ചോ? എങ്ങനെയാ എഴുതേണ്ടത്? ആദ്യം ഒരു റാ എഴുതി ഇങ്ങനെ നീട്ടി പാ എഴുതി അവിടുന്ന് ഉള്ളിലോട്ട് താഴോട്ട് വരച്ച് ഒരു ലാ അല്ലേ? മനസ്സിലായോ? പാ എഴുതിയിട്ട് ഒരു ലാ എഴുതിയാ മതി. അപ്പൊ എന്തായി? ഖായായി. പാ എഴുതി അതിന്റെ കൂടെ ഒരു ലാ എഴുതിയ എന്തായി? ഖായായി അല്ലേ? അപ്പൊ ഘടികാരം. മേഘം എന്നല്ല എഴുതുന്ന ഖായാണിത്. 4ാമത്തെ ഖ. എല്ലാരും എഴുതിയോ മക്കളെ? എല്ലാരും കാണുന്നില്ലേ? കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. ഖ എഴുതിയോ? റാ എഴുതി വലിച്ച് പാ എഴുതിയിട്ട് ഒരു ലായും കൂടെ അതിന്റെ കൂടെ എഴുതി എന്തായി? ഖായായി. അപ്പൊ ഖ. ഖ ഘടികാരം മേഘം. അപ്പൊ 4ാമത്തെ ഖ പഠിച്ചു അല്ലേ നമ്മള്? ഓക്കെ. നെക്സ്റ്റ് ഏതാ? ഏതാ നെക്സ്റ്റ് ലെറ്റർ? അടുത്ത അക്ഷരം ഏതാ? ങ. കണ്ടോ?
ങ. എന്താ പറയുക? ങ. അപ്പൊ കാക്ക ഗാക്ക ങ. അപ്പൊ ങ അല്ലേ? ങ. ഇതാ എങ്ങനെയാ ങ എഴുതുക? ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഇങ്ങനെ വളക്കണം. ഓക്കെ, ഇതാണ് ങ. ശ്രദ്ധിക്കണം ഇങ്ങോട്ടേ. നോക്കി എഴുതിയ എല്ലാവരും. കാണുന്നുണ്ടോ മക്കളെ എല്ലാവരും? എന്തേ അർജുനെ? അസ്ലോബ എഴുതിയോ മോളെ? അയോൺ പാർവണ എഴുതുന്നുണ്ടോ? പാർവണ. ഓക്കെ. അലോൺ ജോസഫ് എഴുതിയേ, വേഗം എഴുത്. ഓക്കെ. പൊങ്ങ ശ്രീകൃഷ്ണ എഴുതി. ആരോമൽ, ധനലക്ഷ്മി. ഓക്കെ. ഷൻസ എഴുതുന്നുണ്ടോ? നെഹ്ല ഫത്തിമ എഴുതിയാ? അപ്പൊ കാക്ക ഗഖ ങ ആയി അല്ലേ? ക കരടി, ഖ നഖം, ഗ ഗാനം, ഖ മേഘം, ങ അല്ലേ? മാങ്ങ എഴുതുമ്പോ ഇങ്ങ എഴുതണ്ടേ, ഇത് വെറുങ്ങായാണേ. അപ്പൊ ഇനി ആർക്കങ്ങ അറിയാത്തുണ്ടോ എഴുതാൻ? എഴുതാൻ കിട്ടുന്നുണ്ടോ മക്കളെ? ങ. ഓക്കെ. എഴുതിയോ ആൻഡ്രോസ് ജിയോ? ഓക്കെ, ഗുഡ്. ചാച്ച ചാച്ച ഞാൻ എത്തിയല്ലേ? സൂപ്പർ. ഓക്കെ. നിഹാദ് എഴുതുന്നില്ലേ? നിഹാദേ കാണുന്നില്ലല്ലോ എടുക്കുന്നേ. എഴുതുന്നുണ്ടോ? നെക്സ്റ്റ് ആരാ? എല്ലാരും എഴുതിയോ? ഒന്ന് കാണിച്ചേപ്പാ മിസ്സിനെ. ജസ്വിൻ എഴുതി, ഫിയോണ എഴുതുന്നുണ്ട്, സർഗ എഴുതിയോ? ഷാമിൽ, ഏഞ്ചലിനെ കാണുന്നില്ലല്ലോ സീറ്റില്. ഓ ഉണ്ട് ഉണ്ട്. ഷംന ഷെറിൻ എഴുതി, നസീം, ജിയോണ, നൈജൽ, ബാവയാമി, ഫാത്തിമ, എഡ്വിൻ. എഡ്വിൻ കുറച്ച് പൊക്കി പിടിച്ചേ മനസ്സിലായിട്ട്. ഓക്കെ. കാക്ക കാക്ക സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ധ്യാൻ എഴുതിയിട്ടുണ്ട്, അർജുൻ എഴുതിയിട്ടുണ്ട്, കാശിനാഥ്, ജസ്വൽ ബിനു, ജോൺ, അഭിരാമി സൈത്ത്, ദേവപ്രിയ, കെ. നെക്സ്റ്റ് എല്ലാവരും എഴുതുന്നുണ്ട്. എവിടെ? അങ്ങ ഷാമിൽ എഴുതിയിട്ടുണ്ട്. അങ്ങ നസീം കക്ക കക്ക കൊറേ പ്രാവശ്യം എഴുതി. ക്രിസ്റ്റി റേഞ്ച് കട്ടാവുന്നുണ്ടല്ലേ? ക്രിസ്റ്റി ജോസഫേ ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലേ മോനെ? ഓക്കെ. എഴുതിയോ? അങ്ങ പഠിച്ചൂടാ കേട്ടോ. ഇതാങ്ങ ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. കെ ജസ്വലും ആരോണും എഴുതിയല്ലേ? ഓക്കെ. അപ്പൊ എന്തായി? കാക്ക ഗാക്ക ങ. ഇഷാനു എഴുതിയല്ലേ? ഇഷാനു എഴുതിയല്ലേ? ഓക്കെ. അനയ റോസ് എഴുതി, ശ്രീകൃഷ്ണ, സാദ് എല്ലാരും എഴുതിയല്ലേ? ഓക്കെ. കാക്ക കക്ക ങ. അപ്പൊ ഇതാ ങ. കാക്ക ഗാക്ക ങ എഴുതിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? അപ്പൊ കാക്ക കാക്ക ങ ഒന്നിച്ച് എല്ലാരും എഴുതിയ ഒന്ന് നോക്കട്ടെ. കാ ഖ പറഞ്ഞുകൊണ്ട് എഴുതണം. ക കരടി, ഖ നഖം, ഗ ഗാനം, ഖ മേഘം, ങ മാങ്ങ. ഓക്കെ. അപ്പൊ കാക്ക കാക്ക ങ എഴുതി എല്ലാവരും. നേരെ ചെറുതായിട്ട് വൃത്തി എഴുതിയേ. ഓക്കെ, സൂപ്പർ. കാക്ക കാക്ക ങ എഴുതിയിട്ടുണ്ട്. ഷാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ എഴുതിയേ? ഓക്കെ. ഇവിടെ സമറ്റിന് എഴുതി. ഓക്കെ. ആൻഡ്രോസ് ജി എഴുതി. ഓക്കെ, സൂപ്പർ. പാർവണ എഴുതി. അപ്പൊ കാ ഖ ഗ ഖ ങ അഞ്ചക്ഷരം എഴുതിയോ എല്ലാവരും? അഭിരാമി എഴുതിയോ? ഇവിടെ ഭവിക എഴുതി. അപ്പൊ കാ ഖ ഗ ഖ ങ അതവിടെ ശ്രദ്ധിക്കണേ.
കാണുന്നുണ്ടോ എല്ലാവരും? അപ്പൊ മിസ് എഴുതിയതാ. ഓ, എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കാൻ പറ്റുന്നില്ല. ഇതേണ്ട, ഞാൻ നിങ്ങളെക്കാണി മുമ്പേ എഴുതിയതാ. കാ, നെക്സ്റ്റ് ഖ, ഗ, ഖ, ങ. കണ്ടോ? അപ്പൊ ഞാനാ ഫസ്റ്റ് ആയത്. ഉണ്ടോ? കാ, നെക്സ്റ്റ് ഖ, ഒയ്യോ ഒന്നും കൂടി ഉണ്ട്. ഗ, ഖ, ലാസ്റ്റ് വൺ ങ അല്ലേ? അപ്പൊ കാ, ഖ, ഗ, ഖ, ങ 5 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? കാ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും. ഇതാ കാ, ഖ, ഇതേതാ ഗ, ഖ, ങ. ഓക്കെ, all of you listen here. കണ്ടില്ലേ? ക, ഖ, ഗ, ഖ, ങ 5 അക്ഷരം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നെക്സ്റ്റ് ചായയിലേക്ക് പോയിക്കോട്ടെ. എല്ലാവരും എഴുതാൻ പഠിച്ചില്ലേ? ക, ഖ, ഗ, ഖ, ങ. നെക്സ്റ്റ് ച അല്ലേ? എല്ലാവരും സ്ലൈറ്റിൽ എഴുതിക്കോ. ച എങ്ങനെയാ എഴുതുക? ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങോട്ടെടുത്ത് മുകളിലേക്ക് തരണം. അപ്പൊ എന്തായി? ച. ഓക്കെ, ഗുഡ്. എഴുതി എല്ലാവരും അല്ലേ? ച. എന്താ? ച. കണ്ടോ? ഓക്കെ, എല്ലാവരും എഴുതിയേ. ദേവപ്രിയ മടുത്തോ? ആ, എഴുത്. ഓക്കെ, അപ്പൊ ച, ച, ചർക്ക, ചക്ക. ചക്ക എന്നല്ല എഴുതുന്ന ഈ ചായയാണ് കേട്ടോ. ചക്ക അറിയില്ല എല്ലാവർക്കും? ചക്കപ്പഴം. ഓക്കെ, അപ്പൊ ച. എഴുതിയോ? നെക്സ്റ്റ് ചായ എന്നൊക്കെ എഴുതുന്നത് ഇതിനോടാണ്. ചായ. നെക്സ്റ്റ് ഏതാ? ചായ. അപ്പൊ ചാ പഠിച്ചു. ച, ചായ. രണ്ടാമത്തത് ച. എഴുതി എല്ലാവരും? അതേ ചായ എഴുതിയിട്ട് താഴോട്ടെടുത്ത് ഇങ്ങനെ ഉള്ളിൽ കൂട്ടണം. ഓക്കെ, നിന്റെ ആരോമലേ ഉറക്കം തൂങ്ങുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ച, ച. അപ്പൊ ചക്ക, ചായ. ഇതുണ്ടോ? ഇതാ കണ്ടോ? എഴുതുന്നുണ്ടോ എല്ലാവരും? എഴുതുന്നുണ്ടോ ആവോ എല്ലാവരും? അപ്പോ ച, ച എഴുതി എല്ലാവരും? നെക്സ്റ്റ് ഏതാ വരുവാ? മൂന്നാമത്തെ ജ ഏതാണ്? ജ എങ്ങനെ എഴുതുവാ? ജ ഈ എഴുതും പോലെ എഴുതി താഴെ ഇങ്ങനെ കൂട്ടില്ലല്ലേ? അപ്പൊ എന്താ? ജനലിനുള്ള ജ. ദാ നമ്മൾ ആ ഈ എഴുതിയിട്ടില്ലേ? ആ ഈ എഴുതി അടിയിൽ ഇങ്ങനെ കൂട്ടണം. ഓക്കെ, ജ. കണ്ടോ? ജ. അപ്പോ ച, ഛ, ജ. മൂന്നാമത്തെ അക്ഷരം ഏതാ? ജ. ഇപ്പൊ നമ്മൾ പഠിച്ചേ ചായിൽ തുടങ്ങിയാല് ഛ, ഛ, ജ. ഇതാ മൂന്നാമത്തെ ജ. കാണുന്നുണ്ടോ എല്ലാവരും? എഴുതിയോ? ഓക്കെ, ജാച്ച ജാച്ച ഞാൻ എത്തി ഇവിടെ. ചിലവർക്ക് മിസ് അവിടുന്ന് ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നെക്സ്റ്റ് ഏതാ? ഛ, ശേഷം. ശേഷം എഴുതുന്ന ചായാണിത് അല്ലേ? എങ്ങനെയാ എഴുതുക? താ എഴുതുക അല്ലേ? താ എഴുതിയിട്ട് ഇങ്ങനെ മലത്തി അങ്ങോട്ട് ഇടണം. താ ഉണ്ടോ? ശേഷം, ഝാൻസി റാണി ഇതൊക്കെ എഴുതുന്നത് ഈ ചാ കൊണ്ടാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ ജ ജനൽ, ജനൽ എങ്ങനെ എഴുതുക? ഈ എഴുതും പോലെ എഴുതി താഴെ ഇങ്ങനെ വളച്ചിടണം. അപ്പൊ ജായായി. നെക്സ്റ്റ് ഛ, നാലാമത്തെ ഛഷം, ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഞ അല്ലേ? ഞ ഇതാ ഞ എഴുതി. എങ്ങനെയാ ഞാൻ എഴുതുക? എഴുതിയേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഒന്നുകൂടി എടുത്ത് വളച്ച് താഴേക്ക് ഇടണം. ഞ എന്താ പറയാ? ഞ ഞണ്ട്. ഞണ്ട് എന്നല്ല എഴുതുമ്പോ ഈ ഞായാ വേണ്ടത്. ഞണ്ട്, ഞാഞ്ഞൂൽ, ഞ. കണ്ടോ? കണ്ടോ എല്ലാവരും? എല്ലാ മക്കളും എഴുതുന്നുണ്ടോ? അപ്പോ കാക്ക ഗാക്കാങ്ങ. നെക്സ്റ്റ് ഛ ഛ ജ ഛ ഞ. നമ്മള് 10 അക്ഷരങ്ങളെ പഠിച്ചു അല്ലേ? കുറെ കാലമായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എന്നാലും ഒന്നുകൂടി പഠിച്ചു. ആദിനാഥേ എഴുതിയോ? ആദിനാഥേ, ആദിനാഥേ എഴുതിയോ? എഴുതിക്കോ കേട്ടോ. എനിക്കത് അറിയില്ല, അതുകൊണ്ടാ. മോൻ സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മലയാളം അറിയേ ഇല്ല? ഇല്ല. അതെ അല്ലേ? നമ്മളൊരു പുതിയ കുട്ടിയാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടാണ് ആദിനാഥ് കേട്ടോ. ഓക്കെ. അപ്പൊ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കണേ കേട്ടോ. ഒന്ന് അമ്മയോട് എഴുതി തരാൻ പറയണേ. ആദിനാഥേ LKG നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത് എഴുതി തരാൻ പറയണേ കേട്ടോ. ബുക്കിൽ എഴുതി തരാൻ പറയണേ. എഴുതണം. അപ്പൊ കാക്ക ഗാക്കാങ്ങ. നെക്സ്റ്റ് ഏതാ നമ്മള് പഠിച്ചേ? കാക്ക ഗാക്ക ഇതാ 4 ങ അല്ലേ? അപ്പൊ ഒന്നുകൂടി പറയാ. ഇതാ കാ, ഓക്കെ, കാ ഖ ഗ ഖ ങ അല്ലേ? നെക്സ്റ്റ് ഓക്കെ. ഇപ്പൊ 10 അക്ഷരം പഠിച്ചില്ലേ നമ്മള്? ച ഛ കാണുന്നില്ലേ? ജ ജ. ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. ജ ഛ ഞ അല്ലേ? ഓക്കെ. കാണുന്നില്ലേ മക്കളെ? ഞ. അപ്പൊ കാക്ക ഗാക്കാങ്ങ ച ഛ ജ ഛ ഞ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ 10 എണ്ണം പഠിച്ചു. ഓക്കെ. നാളെ മിസ് ഇത് ഓരോരാളോട് ചോദിക്കും ഇത് ഏതൊക്കെയാണ്. അപ്പൊ പറയാനും പഠിക്കണേ. അപ്പൊ കാ കരടി, ഖ നഖം, ഗ ഗാനം, ഖ മേഘം, ങ മാങ്ങ. നെക്സ്റ്റ് ച ചക്ക, ഛ ഛായ, ജ ജനൽ, ഛ ഛഷം, ഞ ഞണ്ട്. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഈ അക്ഷരങ്ങളുടെ കൂടെ വാക്കുകൾ പറഞ്ഞ എന്തിനാ അറിയോ? നിങ്ങൾക്ക് ഓർമ്മിക്കാനാണേ, ഓർമ്മിച്ചു വെക്കാനാണേ. ഓക്കെ. അപ്പൊ നമ്മള് ഞാൻ പഠിച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചാണ്. ഇപ്പൊ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെയായി? 10 അക്ഷരങ്ങൾ ഇന്ന് പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ 2 ലൈൻ ബുക്കിൽ എന്ത് ചെയ്യണം? കാക്ക ഗാക്കാങ്ങ എഴുതണം ഒരു പേജില്. രണ്ടാമത്തെ പേജിൽ എന്ത് എഴുതണം? അടുത്ത ആഴ്ച ആകുമ്പോഴേക്കല്ലേ വേണ്ടു. അപ്പൊ 2 പേജ് എഴുതണം. എന്ത് എഴുതണം? 2 ലൈനില് നല്ല 2 ലൈനിൽ ടച്ച് ചെയ്ത് എഴുതണം. കാക്ക ഗാക്കാങ്ങ. അടുത്ത പേജില് ചാച്ച ജാച്ചാഞ്ഞ. അപ്പൊ നമുക്ക് ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ചിഹ്നങ്ങളിലേക്ക് പോവാം.
ആദ്യം വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാ മക്കളും ഇത് എഴുതണം കേട്ടോ. ഓക്കെ, അക്ഷരദീപത്തില് എഴുതണമെന്നില്ല ഇന്ന്. അപ്പൊ ഇന്ന് 2 ലൈൻ ബുക്കിൽ എഴുതണം. 2 പേജ് എഴുതണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് അധികം ആവുമെങ്കിൽ അക്ഷരദീപം ബുക്കിലത്തെ കോപ്പി ഇന്ന് എഴുതണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാ മക്കളും ഇത് എഴുതി പഠിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാരോടും ബായ്. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കൈ പൊക്കണം. മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ, സമജ്ഞക്ക് ഉണ്ടല്ലോ. എന്താ സമജ്ഞ? മോക്ക് വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം അറിയോ? അതെ, എനിക്കറിയാം അല്ലേ? കുറെ കുട്ടിയൊക്കെ അറിയാം. അതെ അല്ലേ? അപ്പൊ അറിയുന്ന കുട്ടികള് നല്ല തന്നെ, പക്ഷെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി മിസ് ഒന്നുകൂടി വ്യഞ്ജനാക്ഷരങ്ങള് പഠിപ്പിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ആർക്കാ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്? ഓക്കെ, ഇഷാനി. ഓക്കെ, ഇഷാൻ പ്ലീസ് അൺമ്യൂട്ട്. എന്താ ഇഷാനെ? ഇന്നലെ എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓ അതെയാ, എന്തൊക്കെയായിരുന്നു സ്പെഷ്യല്? കേക്കും ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ, സൂപ്പറായിട്ട് ആഘോഷിച്ചു അല്ലേ? ആ സൂപ്പർ. അപ്പൊ നെക്സ്റ്റ് ഇനി ആർക്കാ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്സിനോട്? എഡ്വിൻ എന്തെങ്കിലും ഉണ്ടോ? എഡ്വിൻ ജോസഫ് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? എന്താ? പറഞ്ഞോ. കേൾക്കുന്നില്ലടാ. കുഞ്ഞു വന്നിട്ടുണ്ടോ? ഓ അതെയാ, കേട്ടോ, ഒരു കുഞ്ഞു പശു വന്നിട്ടുണ്ടോലും അവന്റെ വീട്ടില്. ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് ആണ് അല്ലേ? സൂപ്പറായി. അതിനോട് അന്വേഷണം പറഞ്ഞു കേട്ടോ ടീച്ചറിന്റെ. ഓക്കെ, നെക്സ്റ്റ് ആർക്കാണ്? ഇവിടെ ഒരാളാരാ കൈബന്ധിച്ച്? ഉണ്ടോ എന്തെങ്കിലും പറയാൻ? ആൻഡ്രോസ് ജിയൊക്കെ ഉണ്ടോ? ആൻഡ്രോസ് ജിയോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല അല്ലേ? എനിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ? ഇവിടെ ആരോമലുണ്ട്. ഓക്കെ, എന്താ ആരോമല് പറഞ്ഞോ. നോട്ടില് നമ്മുടെ 2 ലൈൻ ബുക്കില്ലേ മലയാളത്തിന്റെ, അതിൽ എഴുതണം കേട്ടോ. ഓക്കെ, അക്ഷരദീപത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയാൽ മതി. ഒരുപാട് ആവുമെങ്കിൽ എഴുതണ്ട, അല്ലെങ്കിൽ എഴുതണം. 2 പേജ് മിസ് പറഞ്ഞില്ലേ ഇപ്പൊ? 2 ലൈൻ ബുക്കിൽ 2 പേജ് എഴുതണം. അതായത് ഒരു പേജിൽ കാക്ക കാക്കങ്ങയും അക്ഷരദീപത്തിൽ പായാണോ എത്തിയത് മോനെ? ഓക്കെ, എന്ന് എഴുതിക്കോ. മോൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ കേട്ടോ. അല്ലെങ്കിൽ 2 പേജ് ഓൾറെഡി മിസ് പറഞ്ഞത് കൊണ്ടാണ് മറ്റേല് നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞത്. ഒരുപാടാവോ എന്ന് കരുതിയിട്ട് കേട്ടോ. എന്നാ എഴുതിക്കോ. നെക്സ്റ്റ് ആർക്കാണ് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പൊ സമയം കഴിയും. ഓക്കെ, എന്താ നൈജല്? ജസ്വലിനുണ്ട്, നൈജലിനുണ്ട്. നൈജൽ ഷംനക്ക് ഉണ്ടോ? എന്താ നൈജലിന് ഡൗട്ട്? പറഞ്ഞോ. 2 ലൈൻ ബുക്കിൽ നമ്മുടെ കേട്ടോ, മലയാളം ബുക്കില്, നോട്ട് ബുക്കില്. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ? ക്രിസ്റ്റിക്ക. എന്നാ ക്രിസ്റ്റി
എന്നാ ക്രിസ്റ്റിക്ക് പറയാനല്ലോ ക്രിസ്റ്റി? ഒന്നുമില്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആരാണ് ഇവിടെ കൈ പൊക്കിയിട്ടുള്ളത്? എനിക്കുണ്ട്. ഷംന ഷെറിനുണ്ട്. എന്താ ഷംന? ഷംനക്കുട്ടി പഠിച്ചു. ഓക്കെ, സൂപ്പർ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാ കുട്ടികളും പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ആരെങ്കിലും പഠിക്കാതെ ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് പഠിക്കട്ടെ മോളെ. എന്താ സർഗ? നമ്മുടെ സമയം കഴിയാറായി. സുഖാണ് ഇതിന് സുഖാണ് കേട്ടോ. എന്നടാ സർഗേ?